ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഈ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലോസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങളിലേക്ക് വരാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ, ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങളിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടോ, ഈ ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാർഡ് നമുക്ക് നോക്കാം. പേജ് ഓഫ് സോർഡ്സ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു കാർഡ് വെച്ച് പറയുമ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളൊരു സെപ്പറേഷനിലായിരിക്കാം. നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിൽ ഇല്ല എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ നിങ്ങളുടെയും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെയും ഒരു തീരുമാനം കൊണ്ട് ഉണ്ടായിട്ടുള്ളതല്ല. പരസ്പരം ഇപ്പോഴും നിങ്ങൾ തമ്മിൽ മനസ്സിൻ്റെ ഉള്ളിൽ നല്ല സ്നേഹം തന്നെയാണ് ഉള്ളത്. നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നും ആഗ്രഹവുമുണ്ട്. കുറച്ച് ആളുകളാണ് ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു വഴി, ഒരു പുതിയൊരു ഐഡിയ അല്ലെങ്കിൽ പുതിയൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി പറയുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികളുടെ സ്വഭാവക്കാരായ ഒരു വ്യക്തിയാണ് എന്നാണ് കാണുന്നത്. പിന്നെ കുറച്ച് ആളുകൾക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരു നിങ്ങളെക്കാൾ 1-2 വയസ്സിന് യങ്ങർ ആയിട്ടുള്ള ഒരു വ്യക്തികളാകാനുള്ള ചാൻസുമുണ്ട്. എന്തായാലും അവർക്ക് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് സംസാരിക്കാനായിട്ട് പുതിയൊരു മാർഗം അവർ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ഉള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നീട് നമുക്ക് വരുന്നൊരു കാർഡ് കിങ് ഓഫ് പെന്റിക്കിൾസ് ആണ്. കിങ് ഓഫ് പെന്റിക്കിൾസ് എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തി, നിങ്ങളുടെ പേഴ്സൺ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവർക്ക് സാമ്പത്തികപരമായ എല്ലാ കാര്യങ്ങളും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പം ഈ വ്യക്തി, അതായത് നിങ്ങളുടെ പേഴ്സൺ, ഈ ഒരു സെപ്പറേഷൻ കാരണം അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് പല കാര്യങ്ങളും അവർ പ്ലാൻ ചെയ്യുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ സാമ്പത്തികപരമായ കാര്യങ്ങളിലൊന്നും തന്നെ ശ്രദ്ധിക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. അല്ലെങ്കിൽ അതിനകത്തൊരു ഗ്രിപ്പ് അവർക്ക് കിട്ടുന്നില്ല. എന്തൊക്കെയോ ചെയ്യുന്നു എന്നല്ലാതെ അതിലൊരു ഗ്രിപ്പ് കിട്ടുന്നതായിട്ട് അല്ലെ അത് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അപ്പം ആ ഒരു കാര്യം കൊണ്ട് തന്നെ അവർക്ക് ചെറിയ ചെറിയ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളോടുള്ള ഒരു ആഴത്തിലുള്ള ഒരു സ്നേഹം തന്നെയാണ് ഇവിടെ കാണിച്ചു തരുന്നത് നമുക്ക്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് അവർക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു വഴിയൊക്കെ അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നത് 3 ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡാണ്. അപ്പം ഈ ഒരു വ്യക്തിക്ക് പല ഓപ്പർച്യൂണിറ്റീസും കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. രാജ്യത്തിന് പുറത്തേക്ക് പോകാനുള്ള, അതായത് മറ്റ് രാജ്യങ്ങളിൽ ഉള്ള ജോലികളോ അല്ലെങ്കിൽ അങ്ങനെ പോകാനുള്ള ചാൻസ് ഇവർക്ക് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ ഇപ്പോൾ വേണ്ട എന്ന് വെക്കുന്നതായിട്ടാണ് കാണുന്നത്. അതൊരു നിങ്ങളോടുള്ള ഒരു സ്നേഹത്തെ പ്രതി തന്നെയാണ്. നിങ്ങളെ മിസ് ചെയ്യും എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഒരു എനർജി. നിങ്ങളെ വിട്ടു പോകേണ്ടി വരുമോ എന്ന് ഓർത്തിട്ടാണ് അവർ ഒരു വലിയ അവസരം വരെ വേണ്ട എന്ന് ഈ ഒരു സമയത്ത് തീരുമാനിച്ചിരിക്കുന്നു. അത്രയും ഒരു സ്നേഹമാണ്, അത്രയും ഒരു പ്രണയമാണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് വരുന്ന ഒരു കാർഡ്
കിങ് ഓഫ് സോഡ്സ് റിവേഴ്സ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. പല വ്യക്തികളും ഈ ഒരു പേഴ്സണെ പല രീതിയിലും മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളിൽ നിന്ന് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇനി ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അവരായിരിക്കാം. ആര് തന്നെ ആയിരുന്നാലും ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ ഒരു ലൈഫിൽ നിന്നും മാനിപ്പുലേറ്റ് ചെയ്ത് പല കള്ളക്കഥകളും അതും ഇതുമൊക്കെ പറഞ്ഞ് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ നടക്കുന്നില്ല. കാരണം നിങ്ങളുടെ പേഴ്സൺ ഒരു സത്യസന്ധനാണ്, അല്ലെങ്കിൽ സത്യസന്ധയാണ്. ഉള്ളിന്റെ ഉള്ളിൽ സത്യമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ആർക്കും അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാനോ കൺഫ്യൂസ്ഡ് ആക്കാനോ പറ്റിക്കാനോ ഒന്നും സാധിക്കുന്നില്ല എന്നൊരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ വന്നിട്ടുള്ളത് ദ ഹെർമിറ്റ് കാർഡ് റിവേഴ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാർഡിൽ നിങ്ങളുടെ പേഴ്സൺ ശരിക്കും ഒറ്റപ്പെട്ടു പോയതുപോലെയൊക്കെ ചില സമയങ്ങളിൽ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കൂടുതൽ സമയങ്ങളിലും അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനി എങ്ങനെ വരണം എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. വന്നാൽ തന്നെ ഇനി എന്തൊക്കെ രീതിയിലാണ് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കേണ്ടത്, റിലേഷൻഷിപ്പിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ ഈ വ്യക്തി വളരെയധികം ഒറ്റപ്പെട്ടു പോയതുപോലെ വിഷമത്തിലേക്കൊക്കെ അവർ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു സമയങ്ങളിലൊക്കെ നിങ്ങളെക്കുറിച്ചുള്ള അമിതമായ ഒരു ചിന്ത അല്ലെങ്കിൽ അമിതമായ ഓർമ്മ അവരെ ഇങ്ങനെ പൊതിയുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ആ ഒരു വ്യക്തിയെ ശരിക്കും ശ്വാസം മുട്ടിക്കുകയാണ്. നിങ്ങളെ ഈ ഒരു സമയത്ത് അവരങ്ങനെ ചിന്തിക്കുന്ന ആ ഒരു നിമിഷത്തിൽ ആ ഒരു സമയത്ത് തന്നെ നിങ്ങളെ കാണണം എന്ന് വരെ അവർ ആഗ്രഹിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത്രയ്ക്ക് നിങ്ങളെ ഈ ഒരു സമയത്ത് അവർക്ക് മിസ് ചെയ്യുന്നു എന്നുള്ളൊരു ഫീലിങ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരു എനർജി, അത്തരത്തിലുള്ള എനർജി കിട്ടുന്നുണ്ട്. അപ്പം നമ്മളിവിടെ നോക്കുന്ന നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ വളരെയധികം ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ദ എംപ്രസ് കാർഡും റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഒരു പല തടസ്സങ്ങളും നമ്മൾ ഓൾറെഡി കണ്ടു, പല തടസ്സങ്ങളും ഉണ്ട്. പല ആളുകൾ കൂടിയിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊരു റീസ്റ്റാർട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു റീയൂണിയനിലേക്കോ വരാനായിട്ട് എല്ലാവരും കൂടി നിന്നിട്ട് സമ്മതിക്കുന്നില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട് എങ്കിൽ കൂടിയും അതിന് പല പല തടസ്സങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു കാർഡിലും ആ ഒരു തടസ്സങ്ങളൊക്കെയാണോ കാണുന്നത്. അപ്പൊ ആ ഒരു തടസ്സങ്ങൾ എന്താണെന്നും ആരൊക്കെയാണ് യഥാർത്ഥ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ എന്നും എല്ലാം തന്നെ ഈ വ്യക്തി മാനസികമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് മനസ്സിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ പല പല പ്രവൃത്തികളിൽ നിന്ന് അല്ലെങ്കിൽ അവർ സ്പൈ ചെയ്തിട്ടൊക്കെ ഇവർക്ക് മനസ്സിലായി കഴിഞ്ഞു. അവരത് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ താൻ ഒരു തീരുമാനം എടുക്കണം അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കണം എന്ന രീതിയിൽ ഈ വ്യക്തി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവര് ഈ ഒരു പ്ലാൻ ചെയ്ത് ഫസ്റ്റ് ഒരു ആക്ഷൻ എന്ന രീതിയിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയുകയും അവരുടെ പ്ലാനുകളും കാര്യങ്ങളും എല്ലാം പറയുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ ഒരു താൻ പാതി ദൈവം പാതി എന്നുള്ള ഒരു രീതിയിൽ സ്പിരിച്വൽ വേയിലൂടെയും മൂവ് ഓൺ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ വ്യക്തി പ്രാർത്ഥനയും ഒക്കെ കാര്യങ്ങളും ഒക്കെ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കുമ്പോൾ അതൊരു നല്ല രീതിയിൽ നടക്കാനായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു റീകൺസിലേഷൻ സാധ്യമാവുന്നതിന് വേണ്ടിയിട്ട് സ്പിരിച്വൽ വേയിലൊക്കെ ഈ വ്യക്തി മൂവ് ഓൺ ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജിയും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നത് 2 ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ്. അപ്പം ഈ ഒരു മാസ്റ്റർ കാർഡ് ഒരു പോസിറ്റീവ് കാർഡ് തന്നെയാണ്. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു റീയൂണിയൻ ഉണ്ടാക്കും എന്ന ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു സെപ്പറേഷൻ മാറുമെന്നും നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഒരു റീസ്റ്റാർട്ട്. നിങ്ങളുടെ ആ ഒരു ആഴത്തിലുള്ള ആഗ്രഹം തന്നെയാണ് ഇവിടെ മാനിഫെസ്റ്റ് ആകപ്പെടുന്നത്. അപ്പോൾ അതാണ് ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം രണ്ടുപേരും ഒത്തിരി അട്രാക്റ്റഡ് ആണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി അട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു അട്രാക്ഷനും നിങ്ങളുടെ ഒരു ആഴത്തിലുള്ള സ്നേഹവും ഇനി ഒരുമിക്കണമെന്ന് അല്ലെങ്കിൽ ഒരുമിച്ച് ചേരണം എന്നുള്ള നിങ്ങളുടെ ആ ഒരു എനർജി, ആ ഒരു എനർജിയാണ് ഈ ഒരു റീസ്റ്റാർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പോലെ തന്നെ നടക്കുന്നത്. അത് നിങ്ങളെ ഒരുമിച്ച് ചേർക്കുന്നു. ആ ഒരു ആഗ്രഹമാണ് നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹമുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പം നമ്മളിവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണെങ്കിലും അവർ വളരെയധികം നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒന്ന് സ്ട്രോങ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. മാനസികമായിട്ട് തളർന്നു പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഈ തടസ്സങ്ങളെല്ലാം തരണം ചെയ്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു റീസ്റ്റാർട്ടിലേക്ക് വരും എന്നുള്ള ലാസ്റ്റ് മാസ്റ്റർ കാർഡ് നമുക്ക് അത് തന്നെയാണ് കാണിച്ചു തരുന്നത്. ഇതൊരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡാണ്.
ഇവിടെ ഒരു യൂണിറ്റി, ലവ്, ഹാർമണി അല്ലെങ്കിൽ മ്യൂച്വൽ റെസ്പെക്ട് ഒക്കെ വരെ പാർട്ട്ണർഷിപ്പിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഒത്തിരി ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരും. ഫ്യൂച്ചറിൽ അത് വരും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അതിന് മുന്നുമായിട്ട് കുറച്ച് തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു കാർഡുകളിലൂടെ എല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഇവർക്ക് പല പല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നുണ്ടതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതൊന്നും വേണ്ട എന്ന് വെച്ചുകൊണ്ട് നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്ത് ഈ വ്യക്തി നിൽക്കുന്നതായിട്ടാണ് നമുക്കിവിടെ ഒരു എനർജി കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്തു നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1111. ഈ ഒരു സമയത്ത് ഇത്തരത്തിലൊരു റീസ്റ്റാർട്ട് ഉണ്ടാകാനായിട്ട് പോകുന്നു എന്നുള്ള പോസിറ്റീവ് സൈനായിട്ട് 1111 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പേഴ്സ്, അതുപോലെ ബട്ടർഫ്ലൈ സൈൻസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. 1 വീക്സ് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ജൂലൈ മന്ത് നമുക്കിവിടെ ഒരു പോസിബിലിറ്റിയാണ് വീണ്ടും കിട്ടുന്നത്. ടുഡേ, ഓക്കെ, ഒരു പോസിബിലിറ്റിയാണ്. ലൈക്സ് ട്രാവലിങ്, യാത്ര ചെയ്യാനായിട്ട് ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം. ലെറ്റർ എൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ 21 കിട്ടുന്നുണ്ട്. ലെറ്റർ വൈ കിട്ടുന്നുണ്ട്. 43, നമ്പർ 43, നമ്പർ 5. ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റിയാണ്. ലോങ് ഹെയർ, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ലോങ് ഹെയർ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 2023 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. സെപ്റ്റംബർ മന്ത്, മെയ് മന്ത്. ലോയർ, ഒരു ലോയർ ആകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. 29 എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നു. ചോക്ലേറ്റ് ലവർ, ചോക്ലേറ്റ് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളായിരിക്കാം. ലൈഫ് ചേഞ്ച്, ജീവിതത്തിന് മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. റെഡ് കളർ, ഓക്കെ. 2005 എന്ന് പറയുന്ന വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. 54, നമ്പർ 54. യോഗ, ഓക്കെ, യോഗ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ആളുകളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. ക്രേസ് ഓൺ വെഹിക്കിൾസ്, വണ്ടികളോട് ഒത്തിരി താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം, ക്രേസ് ഉള്ള വ്യക്തികളായിരിക്കാം. ആലപ്പുഴ ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വൈറ്റ് ബട്ടർഫ്ലൈസ്, ഈ ഒരു സമയത്ത് നിങ്ങൾ വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ കാണുന്നുണ്ടാകാം. ലെറ്റർ പി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗാർഡനിങ് ഒരു ക്ലൂ ആണ്, ഗാർഡനിങ്, ഓക്കെ. ഫുട്ബോളുകൾ ഇഷ്ടമുള്ള ആളുകളായിരിക്കാം. ടെക്ക് എന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ഗ്രീൻ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കുന്നു. 1989 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 1975 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 35 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ 3 നമുക്ക് കിട്ടുന്നുണ്ട്. 1981 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ലെറ്റർ ജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഡാൻസ് കളിക്കാനും ഒക്കെ ഒത്തിരി താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.